ഹരിശങ്കർ, താങ്കളിപ്പോ ഈ ഇന്റർനെറ്റിലെ പ്രത്യേകിച്ച് യൂട്യൂബ് അടക്കമുള്ള ഡൗൺലോഡിംഗ് സംവിധാനങ്ങളിലൂടെ താങ്കൾ കൂടുതൽ ശ്രദ്ധേയനായിരിക്കുന്നു. സിൽസില എന്ന ആൽബം എഴുതാൻ താങ്കളെ പ്രേരിപ്പിച്ച ഘടകം? സിൽസില എന്ന ആൽബം ഞാൻ വാസ്തവത്തിൽ ഒരു 13 വർഷം മുമ്പ് ഒരു ഓർഗൻ എനിക്ക് മേടിക്കാൻ പറ്റി. അപ്പം മേടിക്കാൻ പറ്റുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു സംഗീതം അല്ല പെട്ടെന്നൊരു ഓർഗൻ പഠിച്ചതായിരുന്നു അല്ല ഞാൻ ആ ഓർഗൻ മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്കൊരു മ്യൂസിക് ചെയ്യണമെന്ന് ഒരു ഞാനന്ന് കേരള ഫിലിം അക്കാദമിയിൽ ഫിലിം ഡയറക്ഷൻ പഠിക്കുന്നുണ്ട് കൊച്ചിയിൽ. ഇത് ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്ത് താങ്കൾ എപ്പോഴെങ്കിലും വിചാരിച്ചായിരുന്നു? അല്ല അത് കഴിഞ്ഞിട്ട് അല്ല ഇത് വന്ന കാര്യം മറ്റേ അങ്ങനെ അന്നൊരു ഓർഗൻ മേടിച്ചിട്ട് ഞാൻ പെട്ടെന്നൊരു ഹിന്ദി വരി എഴുതിയിട്ട് ഹിന്ദിയിലൊരു വഴി എഴുതിയിട്ട് മേരെ സത്തിൻ അച്ചുത്തും സിൽസില ഹെ സിൽസില മേരെ സത്ത് ഗൗത്തും സിൽസില ഹെ സിൽസില അങ്ങനെ ഒരു ഹിന്ദി വരി. സിൽസില എന്നുള്ള വാക്ക് എവിടെ കിട്ടി? സിൽസില എന്നുള്ള വാക്ക് എവിടെ? അത് അല്ല ഹിന്ദിയാണ്. അതിന്റെ അർത്ഥം തുടർച്ച എന്റെ കൂടെ പാട് നീ സിൽസില ഹെ സിൽസില സിൽസില ഹെ സിൽസില മൂടെ ആടി നീ സിൽസില ഹെ സിൽസില സിൽസില ഹെ സിൽസില ആടിയും പാടിയും തീർത്താട്ടെ നിന്റെ മനസ്സിനുള്ളിലെ ദുഃഖങ്ങൾ കുമിള പോലുള്ള ജീവിതത്തിൽ നിന്ന് സങ്കടപ്പെടുവാൻ നേരമില്ല. ആടിയും പാടിയും ഹേയ് ഹേയ് ആടിയും പാടിയും ഹേയ് ഹേയ് ആടിയും പാടിയും തീർത്താട്ടെ നിന്റെ മനസ്സിനുള്ളിലെ ദുഃഖങ്ങൾ കുമിള പോലുള്ള ജീവിതത്തിൽ നിന്ന് സങ്കടപ്പെടുവാൻ നേരമില്ല. എന്റെ കൂടെ പാട് നീ സിൽസില ഹെ സിൽസില സിൽസില ഹെ സിൽസില സിൽസില ഹെ സിൽസില സിൽസില ഹെ സിൽസില. ഞാനത് ഇവരെ ഒന്നും ഈ അഭിനയിച്ചവർ ആരെയും ഇതിനു മുമ്പ് ഞാൻ ആ പാട്ട് കേൾപ്പിച്ചിട്ടില്ല. ആ സമയത്ത് ആ പാട്ട് ഞാൻ മൊബൈലിൽ ഇട്ടിട്ട് ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് അവർ ആ മദാമാരുൾപ്പെടെ എല്ലാവരും ആ ഇന്റർനാഷണൽ ആൽബം എന്ത് വേണേലും പറയുന്നതിനെ പറ്റി. പക്ഷെ വേറൊരു തമാശ കേട്ടോ, മലയാളത്തിലെ 2 സൂപ്പർ സ്റ്റാറുകൾ ഈ പാട്ടിന്റെ ഡാൻസിൽ അമ്മ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഷോയിൽ ആടി താങ്കളുടെ പാട്ട്. താങ്കളത് അറിഞ്ഞായിരുന്നോ? ആ കണ്ടിരുന്നു. ഞാനത് ഒരു പരസ്യം കുറെ പ്രാവശ്യം ഇട്ടില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മരിച്ചാലും മതി എന്ന് പറയാം. ഇതിൽ കൂടെ എനിക്ക് ഒന്നും കിട്ടാനില്ല. കാരണം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിനെ പറ്റി നെഗറ്റീവായിട്ട് എന്തെങ്കിലും വരും. ആദ്യത്തെ ഈ യൂട്യൂബിലേക്ക് ഇത് പോസ്റ്റ് ചെയ്തു ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തു. ആദ്യം ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പൊ അതിൽ ഒരാൾ നെഗറ്റീവ് കമന്റ് എഴുതി. അപ്പൊ തന്നെ ഞാൻ എടുത്ത് മാറ്റി. അപ്പൊ അവര് ഞാൻ പിൻവലിച്ചു. കാരണം ഞാൻ ഇതിനു മുമ്പ് 2 പുസ്തകം എഴുതിയിട്ടുണ്ട്, 5 പെയിന്റിംഗ് സൃഷ്ടി നടത്തിയിട്ടുണ്ട്. എന്റെ എല്ലാ സൃഷ്ടിയെ പറ്റിയും നല്ല അഭിപ്രായമല്ലാതെ ഒരു മോശം ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. എന്റെ ബ്ലോഗ്, എനിക്ക് തന്നെ ബ്ലോഗ് ഉണ്ട്. ആ ബ്ലോഗിൽ എന്റെ പെയിന്റിംഗിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അനിമേഷൻ ചെയ്ത യന്ത്രപ്പാട്ട് എന്ന് പറഞ്ഞൊരു അനിമേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ ഹാസ്യരിലും കുങ്കുമത്തിലൊക്കെ വന്ന കഥകൾ ഞാൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എന്റെ ഒത്തിരി സൃഷ്ടികളെ ഇന്റർനെറ്റ്. ഇതിന്റെ ഒരു പശ്ചാത്തലം താങ്കൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത് എടുക്കാനുള്ള പ്രേരണ എന്തായിരുന്നു? ആൽബം ചെയ്യണമെന്നുള്ള മോഹമായിരുന്നു. താങ്കൾ ചിത്രകാരനാണെന്ന് തോന്നുന്നു അടിസ്ഥാനമായി. ഇപ്പൊ നമ്മള് ഒരു ആൽബം എടുക്കണമെന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ ആർക്കും എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു പാട്ട് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ദൈവം വിചാരിക്കണം, അതിന് ഒരു കഴിവ് കൊടുക്കണം. അത് പടം വരക്കണം എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ വിചാരിച്ചത് നടക്കത്തില്ല, അത് കഴിവ് കൊടുക്കണം. അപ്പൊ കഴിവുള്ളവർക്ക് ഇത് ഇപ്പൊ ഒരു പാട്ട് സംഗീതം ചെയ്യാനോ അല്ലെങ്കിൽ പടം വരയ്ക്കാനോ കഥ പുസ്തകം എഴുതാനോ സാധിക്കത്തില്ല. അപ്പൊ അത് ദൈവം തന്നൊരു കഴിവാണ്. അത് സത്യം. ഇത് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഹിറ്റ് വന്ന ഒരു യൂട്യൂബിൽ വന്ന ഉടനെ എന്റെ 2 മേജർ കമ്പനികൾ എന്നെ വിളിച്ചിട്ട് ഈ സോങ്സ് കളക്ട് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഫോൺ എടുക്കുന്നില്ല. ഇതിന്റെ സംഗീതം ചെയ്ത ആൾ എന്റെ ഫ്രണ്ടാണ്. പുള്ളിയുടെ ത്രൂ ട്രൈ ചെയ്തപ്പോ ആ സമയത്ത് ഭീകരാവസ്ഥയായിരുന്നു. ആ സമയത്ത് ഫോണൊന്നും എടുക്കില്ല. ഒരുപാട് കിട്ടുമായിരുന്നു. 20 ലക്ഷം ഹിറ്റ്സ് ആണ് അതിൽ, വ്യൂവേഴ്സ് ആണ്. ആ 20 ലക്ഷം വ്യൂവേഴ്സ് ആണെങ്കിൽ ഒരു ഹിറ്റിന് ഇതിൽ ഈ യൂട്യൂബിൽ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന കോൺട്രാക്ട് വെച്ചിട്ട് ഒരു ഹിറ്റിന് ഒരു റവന്യൂ ഉണ്ട്. ഈ റവന്യൂവിന്റെ 20 lakhs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിശങ്കർ ഒരു 25 ആൽബം എടുത്തിട്ടുണ്ടാവും. ഇപ്പൊ എ ആർ റഹ്മാൻ റോജർ ചെയ്തതിന് 20,000 രൂപയാണ് പുള്ളി കിട്ടിയത്. അല്ല ആദ്യത്തെ പാട്ട് പുള്ളി അതുപോലെ ഒരു എന്നോട് സംഗീത സംവിധാനം പറഞ്ഞ് പുള്ളി ആദ്യം ഒരു സിനിമയ്ക്ക് ചെയ്തിട്ട് ഫുൾ പാട്ട് ചെയ്തിട്ട് 5,000 രൂപ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഒരു പാട്ട് നമ്മൾ ചെയ്ത് പഠിച്ചതാണ് ഈ സാധനം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇത് ലക്ഷം കിട്ടണം ഓടി കിട്ടണം പഠിച്ചതായിരുന്നു. പിന്നെ സിൽസില എന്ന പാട്ട് ഹിറ്റാവാനുള്ള കാരണം എന്തായിരിക്കുന്നു താങ്കളുടെ? ഇത് സംഗീതം ഈ കാണുന്ന ഈ ഒരു എന്താ പറയാ, നമ്മളിപ്പോ ന്യൂസ് ഒരു ന്യൂസ് റീഡർ ബുക്കിൽ ഉള്ള ആളാണെങ്കിലേ നമ്മളിപ്പോ ഒന്നും കൂടി നല്ലോണം ശ്രദ്ധിക്കില്ലേ. നല്ല ഫ്ലോ ആയിട്ട് ഒരു ന്യൂസ് റീഡർ ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുന്ന ആള് നമ്മളെ ചിലപ്പോൾ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ
പിന്നെ ഈ വിത്തിലുള്ള ആളാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കും. എന്താ നമ്മൾ എനിക്ക് തോന്നുന്നത് വിത്തിൻ നമ്മുടെ മൈൻഡ് നമുക്ക് കുറച്ച് സാഡിസം എൻജോയ് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ഇതിൽ ഈ സിൽസില ഡാൻസ് കളിക്കുന്ന ഒരു വക ഡാൻസ് അറിയില്ല അവർക്ക്. അവരുടെ തലയാട്ടലും ഇങ്ങനെ നമ്മൾ അതോട് ശ്രദ്ധിക്കുക. അത് ആ പയ്യനെ എത്രത്തോളം വിഷമിക്കുന്നുവോ എന്ന് നമ്മൾ നോക്കും. നമ്മളുടെ ഇന്നർ മൈൻഡ് അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഗ്രാസ്പ് ചെയ്യണം. പ്ലസ് ഈ പാട്ടിന്റെ പിന്നെ ഹരിക്ക് പറ്റുന്ന രീതിയിൽ പാടി വെച്ചതാണ്. മ്യൂസിക് ആരായിരുന്നു ചെയ്തത്? മ്യൂസിക് ഞാൻ തന്നെ ചെയ്തത്. വരി എന്തായിരുന്നു നിർത്തി പറഞ്ഞാൽ നമുക്ക് പാടാതെ പറഞ്ഞാൽ? സന്തോഷപ്പൂത്തിരി കത്തിച്ച നേരത്ത് മണ്ണിലും മിണ്ടിലും വെട്ടം വന്നു. സന്തോഷപ്പൂത്തിരി കത്തിച്ച നേരത്ത് മണ്ണിലും മിണ്ടിലും വെട്ടം വന്നു. ഈ ലൈനും പ്രശ്നമൊന്നുമില്ല. ഹരിശങ്കർ എഴുതി വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ലിറിക്സ്, ഏറ്റവും ബെസ്റ്റ് മ്യൂസിക്, ഏറ്റവും ബെസ്റ്റ് കൊറിയോഗ്രാഫി എല്ലാം പുള്ളി ചെയ്തിരിക്കുന്നത്. ഏറ്റവും എന്താ പറയുക നല്ല സിംഗറും ഹരിശങ്കറാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അല്ലേ ഹരി? ഒരാളെ വിമർശിക്കുമ്പോഴത്തേക്ക് അയാൾ വളരുകയാണ് ചെയ്യുന്നത് അല്ലെ? ഇപ്പം നമ്മൾ നമുക്കുള്ള കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കില്ല, മറ്റൊരാളുടെ കുറ്റങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. ഈ വിമർശിച്ചവർക്കെല്ലാം എന്തുമാത്രം പോരായ്മകളുണ്ട്.